ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴാണ് നമ്മൾ ചാനൽ നെയിം ചേഞ്ച് ചെയ്യേണ്ടത്? പുതിയ ചാനൽ നെയിം സെലക്ട് ചെയ്യാൻ ഏതെല്ലാം മെത്തേഡ്സ് യൂസ് ചെയ്യാം? ചാനൽ നെയിം അതുപോലെ ഹാൻഡിൽ നെയിം എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഹാൻഡിൽ നെയിം അല്ലെങ്കിൽ ചാനൽ നെയിം ഇതെല്ലാം മാറ്റാൻ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും യുവർ ചാനൽ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബേസിക് ഇൻഫോ എന്ന ടാബാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ചാനൽ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് താഴെയായി ഹാൻഡിൽ നെയിം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ നെയിം മാത്രമാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉള്ള നെയിം എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് പുതിയ നെയിം എല്ലാം കൊടുക്കാൻ സാധിക്കും. അതുപോലെ ചാനൽ നെയിമിനാണ് ചേഞ്ചസ് വരുത്തേണ്ടതെങ്കിൽ ഇവിടെ മുകളിൽ വന്നിരിക്കുന്നതാണ് ചാനൽ നെയിം. ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് ചാനൽ നെയിം സെലക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ നെയിം എത്ര തവണ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ ചേഞ്ച് യുവർ നെയിം ട്വൈസ് ഇൻ 14 ഡേയ്സ്. 14 ദിവസത്തിനുള്ളിൽ നമുക്ക് 2 തവണ ചാനൽ നെയിം ചേഞ്ച് ചെയ്യാമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ചാനൽ നെയിം മാറ്റം വരുത്തുമ്പോൾ ഇത് യൂട്യൂബിൻ്റെ ചാനൽ നെയിമിന് മാത്രമാണ് മാറ്റം വരുന്നത്. ഇത് നമ്മുടെ മറ്റു ഗൂഗിൾ സർവീസിലുള്ള പേരോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ മാറ്റം വരുത്തില്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല ഒരു ചാനൽ നെയിം സെലക്ട് ചെയ്യുന്നത്? എന്തെല്ലാം ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ചാനൽ നെയിം സെലക്ട് ചെയ്യാം? ഇതിനെക്കുറിച്ചെല്ലാം ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനൽ നെയിം എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വന്തം പേരാണ്. അപ്പോൾ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ സ്വന്തം പേര് തന്നെ അവരുടെ ചാനലിന് നൽകുക എന്നത്. അതായത് ഫസ്റ്റ് നെയിം അതുപോലെ ലാസ്റ്റ് നെയിം ഇവയെല്ലാം കൊടുത്ത് നമുക്ക് ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്യാം. ഇനി ചാനൽ നെയിം സെലക്ട് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്താണ് എന്ന് നോക്കാം. അവർ നൽകുക അവരുടെ ചാനൽ ഏത് ടൈപ്പ് ചാനലാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പേരാണ് സെലക്ട് ചെയ്യുക. അതായത് വില്ലേജ് കുക്കിംഗ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ചാറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേര് കേട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സ്വന്തം പേരൊന്നും നൽകാതെ നമ്മുടെ ചാനൽ എന്ത് കണ്ടന്റ് ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ചാനൽ നെയിമിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലും നമുക്ക് നല്ല ഒരു ചാനൽ നെയിം സെലക്ട് ചെയ്യാം. ഇനി അടുത്തതായി ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മുടെ പേര് നൽകിയതിനു ശേഷം നമ്മുടെ ചാനൽ എന്താണോ അത് വ്യക്തമാക്കുന്ന ഒരു ചാനൽ നെയിം സെലക്ട് ചെയ്യുക എന്നതാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിവേദ് കുക്കിംഗ് ചാനൽ. അപ്പോൾ നമ്മുടെ സ്വന്തം പേര് അതിനോടൊപ്പം നമ്മുടെ ചാനൽ എന്താണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു നെയിമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും എല്ലാം മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസിയായി നിങ്ങളുടെ ചാനൽ നെയിം എല്ലാം സെലക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ചാനൽ നെയിം ചേഞ്ച് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ഇവിടെ നിവേദ് ആക്കപ്പറമ്പിൽ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാറ്റി ഞാൻ നിവേദ്സ് ടെക് ടോക്സ് എന്ന ഒരു പേരാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ നമുക്ക് ചാനൽ നെയിം മാത്രമായി ചേഞ്ച് ചെയ്യാം. അതായത് ഹാൻഡിൽ നെയിമിൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് എന്ന് കൊടുക്കാം. എന്നാൽ നിങ്ങൾക്ക് ഹാൻഡിൽ നെയിം കൂടി ചേഞ്ച് ചെയ്യണമെങ്കിൽ താഴെ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ കിട്ടും. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ നെയിം എന്താണോ അത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിവേദ്സ് ടെക് ടോക്സ് എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഹാൻഡിൽ നെയിം കൊടുക്കുമ്പോൾ ഈ ഒരു ടിക്ക് മാർക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കൂ. കാരണം ഇത് ടിക്ക് മാർക്ക് വരുന്നില്ല എങ്കിൽ ഈ നെയിം അവൈലബിൾ അല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നിവേദ്സ് ടെക് ടോക്സ് എന്ന ഒരു ചാനൽ നെയിം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഇത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ നെയിം സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്താണോ ചാനൽ നെയിം സെലക്ട് ചെയ്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുന്നതാണ് ഒരു തരത്തിൽ നല്ലത്. കാരണം എന്തെന്നാൽ നമ്മൾ ചാനൽ നെയിം നിവേദ് ടെക് ടോക്സ് എന്ന് സെലക്ട് ചെയ്തു എന്ന് കരുതുക. നമ്മൾ ഹാൻഡിൽ നെയിമായി മറ്റെന്തെങ്കിലും പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് നിവേദ് ആക്കപ്പറമ്പിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ആർക്കു വേണമെങ്കിലും എൻ്റെ ചാനൽ നെയിം യൂസ് ചെയ്ത് ഹാൻഡിൽ നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ നിവേദ് ടെക് ടോക്സ് എന്ന ഹാൻഡിൽ നെയിം അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റാരെങ്കിലും നിവേദ് ടെക് ടോക്സ് എന്ന പേരിൽ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ലൈവായി ഇവിടെ ചാനൽ നെയിം ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതായത് നമ്മുടെ ചാനൽ നെയിം നമുക്ക് 14 ദിവസത്തിനുള്ളിൽ 2 തവണ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുന്നതിനും ലിമിറ്റ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും ചാനൽ നെയിം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യുക ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നമ്മുടെ ചാനലിന് ഗുണം ചെയ്യില്ല. എന്നാൽ നമുക്ക് അത്യാവശ്യമായി തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ നെയിം അല്ലെങ്കിൽ ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പേരാണ് ഞാൻ എൻ്റെ ചാനലിന് പുതുതായി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് പബ്ലിഷ് ചെയ്ത് നോക്കാം. ഇത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി കാണാം, അതായത് കസ്റ്റം URL. കസ്റ്റം URLന്റെ കാര്യത്തിൽ നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിവേദ് ആക്കപ്പറമ്പിൽ എന്നാണ് ഞാൻ കസ്റ്റം URL സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. അതിനാൽ തന്നെ ഞാൻ ഇപ്പോൾ കസ്റ്റം URL ഒന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ ചാനൽ നെയിം അല്ലെങ്കിൽ ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത കിട്ടി എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇത് പബ്ലിഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിവേദ് ടെക് ടോക്സ് എന്ന പേരിലേക്ക് ഈ ചാനൽ നെയിം മാറിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്